ആന്റണി അച്ഛൻ കടൽക്കരയിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അത് കേൾക്കാൻ കടലിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ എത്തി. അതെയോ? അപ്പോൾ അത്ര അഭിഷേകം നിറഞ്ഞതായിരിക്കും അച്ഛന്റെ പ്രസംഗം. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ. വിഷമിക്കേണ്ട, ഇന്ന് അച്ഛൻ പള്ളിമുറ്റത്ത് പ്രസംഗിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അവിടുന്ന് സർവാധിപനായ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണ്. കഴിഞ്ഞ ദിവസം ഈ കടപ്പുറത്ത് സംഭവിച്ച അത്ഭുതത്തെ പ്രതി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ശൂന്യമായി കിടന്ന ഈ ദേവാലയം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. യേശു അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അങ്ങനെ ഓരോ വിശുദ്ധ കുർബാനയിലും യേശു സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് അപ്പമായി മാറുകയാണ്.
യേശുവിൻ്റെ ശരീരമാണ്. യേശു തന്നെയാണ്. ഇയാളുടെ പൊള്ളത്തരങ്ങൾ ഞാൻ കാട്ടിത്തരാം. ആന്റണി അച്ചോ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ബോണനല്ലോ, താങ്കളോ? താങ്കളുടെ പ്രസംഗം ഞാൻ കേട്ടു. പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ, തെളിയിക്കാമോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ പരിശുദ്ധ കുർബാനയിലെ ദൈവ സാന്നിധ്യത്തിലും വിശ്വസിക്കും. ഇങ്ങനെ പറയാൻ ആർക്കും കഴിയും. തെളിവാണ് എനിക്ക് വേണ്ടത്. താങ്കൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? കേട്ടുകൊള്ളൂ, എന്റെ കോവർ കഴുതയെ ഞാൻ 3 നാൾ പട്ടിണിക്കിടും. 3-ാം നാൾ ഞാൻ അതിനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടും. കഴുതയ്ക്കുള്ള പുല്ലും വൈക്കോലും വെള്ളവും ഞാനിവിടെ വയ്ക്കും. ഈ സമയം പരിശുദ്ധ കുർബാനയുമായി ആന്റണി അച്ഛൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഞാൻ കഴുതയുടെ കയറഴിച്ചു വിടും. വിശന്നു വലഞ്ഞ മൃഗം തീറ്റ ഉപേക്ഷിച്ച് പരിശുദ്ധ കുർബാനയെ വണങ്ങുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാം. താങ്കൾ എന്നെയല്ല വെല്ലുവിളിച്ചിരിക്കുന്നത്, ദൈവത്തെയാണ്. ആ കഴുതയെ 3 ദിവസം പട്ടിണിക്കിടണം. ഈ തൊഴുത്തിൽ നിന്ന് മാറ്റിക്കെട്ട്. ഒന്നും കൊടുക്കരുത്. ഞാൻ നോക്കട്ടെ, കഴുത പുല്ല് തിന്നുമോ അതോ വിശുദ്ധ കുർബാനയെ വണങ്ങുമോ എന്ന്. എന്നോടാണ് ആന്റണി അച്ഛൻ്റെ കളി. നാഥ, ബോണിനെല്ലോയ്ക്കും റൊമിനി നഗരത്തിലെ ജനങ്ങൾക്കും വിശ്വാസവരം നൽകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഉപകരണമായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ യേശുവേ, ബോണിനെല്ലോ 3 ദിവസം പട്ടിണിക്കിട്ടിരിക്കുന്ന കഴുതയ്ക്കൊപ്പം ഞാനും ഉപവസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത്ഭുതം നടത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണമേ. ഓ ദൈവമേ, നാഥ, കരുണയായിരിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത്ഭുതം നടത്തണമേ. കരുണയായിരിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണമേ. ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന്. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും.
കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ജീവിക്കുന്ന ദൈവമാണ് ഈ തിരുവോസ്തിയിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ദയവായി എന്തെങ്കിലും തരണേ, എന്തെങ്കിലും തരണേ, ദയവായി എന്തെങ്കിലും തരണേ. ഗുരു, ഇതിനെ നോക്കൂ. എന്തെങ്കിലും തരണേ, അടിയനോട് കരുണ തോന്നണേ. ദയവായി എന്തെങ്കിലും തരണേ. ഗുരു, അടിയനോട് കരുണ ഇവൻ തോന്നണേ. അന്ധനായി ജനിച്ചത് ആരുടെ പാവനിമിത്തമാണ്? എന്തെങ്കിലും തരണേ. ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. നീ പോയി സിലോഹ കുളത്തിൽ കഴുകുക. എനിക്ക് കാണാം, എനിക്ക് നന്നായി കാണാം, എനിക്ക് കാണാം, എനിക്കിപ്പോ
നന്നായി കണ്ണു കാണാം. അയാൾക്ക് കാഴ്ച കിട്ടി. അയാൾ ഇപ്പോൾ അന്ധനല്ല. അതെ, അവന് കാണാം. എനിക്ക് നന്നായി കണ്ണു കാണാം. ഇപ്പൊ നന്നായി കാണാം. എനിക്ക് വളരെ വ്യക്തമായി കാണാം. എനിക്കെല്ലാം കാണാം. ഇപ്പൊ നന്നായി കാണാം. ഞാൻ അന്ധനല്ല. യേശുവേ, എന്റെ യേശുവേ, എന്റെ കർത്താവേ, ഞാൻ അന്ധനായിരുന്നു, എനിക്കിപ്പോ കാണാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും.